Yes, sir. Yes, sir. This call is now being recorded. So what were the main parts of a centrifugal pump? എന്തൊക്കെയായിരുന്നു? Impeller. ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ, സർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് ഹലോ, സർ. ഓക്കെ. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ മേജർ പാർട്സ് എന്തൊക്കെയായിരുന്നു? ആകാശ് ആകാശ് ഉണ്ടോ അവിടെ? Yes, sir. വാട്ട് were the main parts of the centrifugal pump? അമിത് അമിത് മുഹമ്മദ് ഫർദീൻ ഉണ്ടോ? മുഹമ്മദ് Yes, sir. ഫർദീൻ, സെൻട്രിഫ്യൂഗൽ പമ്പ്സിന്റെ മേജർ പാർട്സ് എന്തല്ലേ? ഇമ്പല്ലർ ഇമ്പല്ലർ ഇമ്പല്ലോ, പിന്നെ ഇമ്പല്ലർ, പിന്നെ കേസിംഗ് ഓക്കെ. നെക്സ്റ്റ് ഡെലിവറി പൈപ്പ് ഡെലിവറി പൈപ്പ്. ഓക്കെ, അടുത്ത സക്ഷൻ പൈപ്പ് ഈ സക്ഷൻ പൈപ്പിന്റെ കൂടെ ഒരു ഫുട്ബോളും സ്ട്രെയിനറും ഉണ്ട്. എന്തിനാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു, എന്തിനാണ് സ്ട്രെയിനർ എന്ന് പറഞ്ഞു? വാട്ട് വാസ് ദ ഫംഗ്ഷൻ ഓഫ് ഫുട്ബോൾ? നിഷാദ്. ഇമ്പല്ലർ ഉണ്ടായിരുന്നു, കേസിംഗ് ഉണ്ടായിരുന്നു, സക്ഷൻ പൈപ്പ്. ഈ സക്ഷൻ പൈപ്പിന്റെ കൂടെ യു ഹാഡ് എ ഫുഡ് വാൾ ആൻഡ് സ്ട്രെയിനർ. നിഷാദ് ഉണ്ട്, നിഷാദ് ഇല്ലേ? രാഹുൽ രാജീവ്. Sir, hello. Yes, sir. രാഹുൽ രാജീവ്, ഫുട്ബോൾ എന്തിനായിരുന്നു? വാട്ട് വാസ് ദ യൂസ് ഓഫ് ദ ഫുട്ബോൾ? സർ, അത് വെള്ളം മേലോട്ടേക്ക് മാത്രം വലിച്ചിട്ട് താഴോട്ടേക്ക് ഫുട്ബോൾ പോകേണ്ടത്. ഒരു ഗുഡ് യൂണിഡയറക്ഷണൽ വാൾവ് ആണല്ലേ? ഇറ്റ് ഓപ്പൺസ് അപ്പ് ടുവേർഡ്സ് ദി അപ്വേർഡ് ഡയറക്ഷൻ ഓൺലി, താഴേക്ക് വരില്ല. സോ സക്ക് ചെയ്തെടുക്കുന്ന വെള്ളം മേലേക്ക് മാത്രമേ പോകും, തിരിച്ച് താഴേക്ക് അതേപോലെ ഗ്രാവിറ്റി കൊണ്ട് താഴേക്ക് വരില്ല. ആൻഡ് വാട്ട് വാസ് ദ യൂസ് ഓഫ് സ്ട്രെയിനർ എന്തിനായിരുന്നു? ഇറ്റ് വിൽ ആക്ട് ആസ് എ ഫിൽട്ടർ. സോ ദീസ് വർ ദ മേജർ പാർട്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. മേജർ പാർട്സ് കഴിഞ്ഞാല് ലാസ്റ്റ് ഡേ ഞാൻ നിങ്ങളോട് വരക്കാൻ പറഞ്ഞത്, ഐ ഹാഡ് ഷോൺ യു എ ഫിഗർ അല്ലെ? ഒരു ഫിഗർ കാണിച്ചിട്ട് ഞാൻ ബോർഡിൽ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു, അത് വരച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഡു യു റിമെമ്പർ ദാറ്റ്? എന്തായിരുന്നു അത്? വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു ഓർമ്മയുണ്ട്? അവിടെ ആരെങ്കിലും ഒന്ന് പറയടാ, എന്താ നിങ്ങൾ ഇങ്ങനെ? കോർട്ടെക്സ് ഫ്ലോ. എന്ത്? ഹലോ, ഹലോ, ഹലോ. സർ, നിങ്ങളുടെ റെസ്പോൺസ് ഇതേപോലെ ആണെങ്കിൽ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂല, നിങ്ങളെ സൗകര്യതാണ്. ഞാൻ ഒരു ഒറ്റയടിക്ക് പോർഷൻ അങ്ങ് എടുത്തു തീർക്കും. മനസ്സിലായില്ലെങ്കിൽ എനിക്കതൊരു വിഷയമല്ലേ. ഇനി അത് മാത്രമേ ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ആകെയുള്ള 40 മിനിറ്റിൽ ഇതാ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഒറ്റയടിക്ക് ക്ലാസ് എടുത്ത് തീർക്കാൻ പോകുന്നു കേട്ടോ.
വെലോസിറ്റി ട്രയാങ്കിൾസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് യു ഹാവ് ഡ്രോൺ ദ ഫിഗർ ഓഫ് എ വെലോസിറ്റി ട്രയാങ്കിൾ. And velocity triangles will be at inlet and outlet. Now, what is the significance of velocity triangle? Velocity triangle മാത്രമേ നമുക്ക് പിന്നെ എന്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഡിഫറെന്റ് ഇക്വേഷൻസ് റിലേറ്റഡ് ടു വർക്ക് ഡൺ. വർക്ക് ഡണ്ണിന്റെ പല ഇക്വേഷൻസ്, വർക്ക് ഡണ്ണിൽ നിന്നാണ് നമ്മൾ അതിലേക്ക് പോകാം. വർക്ക് ഡണ്ണിൽ നിന്ന് നമ്മൾ ഫോഴ്സ് എക്സർട്ട് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വർക്ക് ഡണ്ണിൽ പോകും. വർക്ക് ഡണ്ണിൽ പിന്നെ എഫിഷ്യൻസീസിലേക്ക് പോകും. സോ അതിനൊക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് വെലോസിറ്റി ട്രയാങ്കിൾസ് ആണ്. സോ വെലോസിറ്റി ട്രയാങ്കിളിന്റെ ഫിഗറാണ് നിങ്ങളൊന്ന് വരച്ചത്. നിങ്ങൾ വരച്ച ഫിഗർ നിങ്ങളെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കാം, ബാക്കിയുള്ളവർ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതില് ആ ഫിഗറിൽ ഫസ്റ്റ് ഒരു ഇമ്പല്ലറാണ് കാണിച്ചിട്ടുള്ളത്. ആ ഇമ്പല്ലറിന്റെ കൃത്യമായി മനസ്സിലാക്കുക എങ്ങനെ വെലോസിറ്റി ട്രയാങ്കിൾ വരുന്നത്. കാരണം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, നിങ്ങളത് മാറും. Consider this to be the part of the impeller. Impeller the part ആയിരുന്നില്ല. Impeller എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ്. ആ ഇമ്പല്ലറിന്റെ ഇടയിലുള്ള ഒരു വെയിൻ ആണ് ഈ കാണിക്കുന്നത്. പല റെഫറൻസ് ടെക്സ്റ്റുകളിൽ പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെ എസെൻസ് ഒന്നാണ്. ഈ ഫിഗർ ചിലപ്പോൾ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളതുണ്ട്, അങ്ങോട്ട് ചെയ്തിട്ടുള്ളതുണ്ടാവും. ഏത് രീതിയിലുള്ള ഫിഗർ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ള മാർക്കിംഗ് മാത്രം മാറ്റിയാൽ മതി. സോ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഇമ്പല്ലർ നിങ്ങൾ ആ ഫിഗറിൽ ഞാൻ കാണിച്ച നിങ്ങളോട് അന്ന് നോട്ട് ചെയ്ത് വരക്കാൻ പറഞ്ഞു, റഫായിട്ട് വരക്കാൻ പറഞ്ഞ ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് റിഗാർഡിംഗ് ഫിഗർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ആ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇമ്പല്ലറിന്റെ നടുക്ക് വരുന്നൊരു ഭാഗമുണ്ട്, ആഡ് ചെയ്ത് കാണിച്ചത്. അതാണ് ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറയുന്നത്. I hope you remember that figure. So suction pipe water enters the impeller radially. If suppose this is the center, ഇതാണ് ഈ മൊത്തം ഇമ്പല്ലറിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഐ ഓഫ് ദി ഇമ്പല്ലറിന്റെ സെന്റർ ഇതാണ് വരുന്നത്. വരക്കാൻ എളുപ്പത്തിലാണ്. ഇതാണ് സെന്റർ വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഇമ്പല്ലറിന്റെ ഉള്ളിലേക്ക് ഷാഫ്റ്റ് ഇതാണ്. ഇത് പ്ലെയിൻ ഓഫ് ദ ബോർഡ് ആണ്. സോ സക്ഷൻ പമ്പ് അപ്പുറത്തെ ഭാഗത്താണ് ഉണ്ടാവുക. ആ സക്ഷൻ പമ്പ് അതായത് ഇങ്ങനെയാണ് കേസിംഗ്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇമ്പല്ലർ വരുന്നത്. ഈ വരച്ച ഇമ്പല്ലർ എന്ന് പറഞ്ഞ ഇതാണ്. ഈ വെയിനാണ്, ഇവിടെയുള്ള ഒരു വെയിനാണ് ഞാൻ ഇങ്ങനെ, അതിന്റെ സെക്ഷനാണ് ഞാൻ ഈ വരച്ചത്. അപ്പൊ ഇതിലേക്ക് വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? ഈ ചിറങ്ങുന്ന സ്ഥാനത്തേക്ക് വെള്ളം വരുന്നത് സക്ഷൻ പൈപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ സക്ഷൻ പൈപ്പ് ഉണ്ടാവും. ഇതിലേക്കൂടെ വെള്ളം വന്നിട്ട് ആ വെള്ളം ഇതിലേ വന്നു, ഇതിലെയാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എൻ്റേഴ്സ് റേഡിയൽ. ഇതിന്റെ ഉള്ളിലേക്ക് വന്ന ഈ വെയിൻസിലേക്ക് വരുന്നത് റേഡിയൽ ആയിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുക. ഈ പോയിന്റിൽ റേഡിയൽ ആയിട്ടാണ് ഉള്ളിലേക്ക് വെള്ളം എൻ്റർ ചെയ്യുക. ഈ സെക്ഷനാണ് ഞങ്ങളുടെ കാണിച്ചത്. ഈ സെക്ഷനാണ് ഇവിടെ വരക്കുന്നത്. ഇവിടെ എൻലാർജ് ചെയ്ത് വരക്കുന്നത് ഈ ഒരു സെക്ഷനാണ്. സെക്ഷൻ വരക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്യും. അതായത് ഈ ഇമ്പല്ലറിന്റെ ഇൻലെറ്റ് അല്ലെങ്കിൽ ഇൻലെറ്റ് റേഡിയസ് ആണ് മാറുന്നത്. ഇത് പുറത്തേക്ക് എത്തുമ്പോൾ റേഡിയസ് പോകുന്നുണ്ട്. ദിസ് ഈസ് ആർട്ട്. സോ വെൻ ദ വാട്ടർ എൻറ്റേഴ്സ് ദി ഇമ്പല്ലർ റേഡിയലായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റ് ഇപ്പം ഇമ്പല്ലറിന്റെ റേഡിയസ് ഇതാണല്ലോ. ഇവിടെ വരക്കുന്ന ഇങ്ങനെ ഏത് ലൈൻ വരച്ചാലും ഒക്കെ റേഡിയസ് ആണ്, എല്ലാം റേഡിയസ് ആണ്. സോ റേഡിയലി എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഈ സെക്ഷൻ ഓഫ് വെയിൻ ബക്കറ്റ് ഇവിടെ കാണിച്ചുകൊണ്ട് ഈ ഡയറക്ഷൻ ഞാൻ റേഡിയലായിട്ട് എടുക്കുന്നു. ഇവിടെ ഇങ്ങോട്ടും റേഡിയലാണ്, ഇതും റേഡിയലാണ്, ഇതും റേഡിയലാണ്. ഇത് ഈ കാണിച്ച സെക്ഷന്റെ എൻഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇത് റേഡിയലായിട്ട് എടുക്കുന്നു. സോ ഈ ഐ ഓഫ് ദി ഇമ്പല്ലർ, ഈ നടുക്കുന്ന വെള്ളം ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ this becomes the absolute velocity of water at inlet v1. എപ്പോഴും നമ്മളൊരു സർക്കിളിന് റേഡിയസ് ആയിട്ട് ഒരു സാധനം ഇങ്ങനെ കാണിച്ചത്, ആ റേഡിയസ് ആയിട്ടുള്ള സാധനം എപ്പോഴും ഈ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഡ്രോ ടാൻജന്റ്. Assume this to be a tangent. Tangent to impeller.
inlet. The tangent ആണെങ്കിൽ I hope you are seeing the board. ഇത് ടാൻജന്റ് ആണെങ്കിൽ ഈ റേഡിയൽ ആയിട്ട് വെച്ച സാധനം എപ്പോഴും ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആണ്. ഓൾവേസ് പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആണ് ജസ്റ്റ് അസ്യൂം ചെയ്യാം. വാട്ടർ ഇങ്ങനെ എൻട്രി ചെയ്യുന്നു. ഞാൻ അസ്യൂം ദി ഇംപെല്ലർ ഈസ് ടേണിംഗ് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലാണ് ഇംപെല്ലർ മൂവ് ചെയ്യുന്നത്. റൊട്ടേഷൻ ഓഫ് ഇംപെല്ലർ അങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇൻലെറ്റിൽ ഈ ടാൻജന്റിന് പാരലായിട്ടായിരിക്കും ഈ ഇംപെല്ലറിന്റെ മോഷന്റെ വെലോസിറ്റി, അതിന്റെ വെക്ടർ V1C. ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ടർബൈനിൽ എങ്ങനെയാണോ പഠിച്ചത്, പെൽട്ടൺ ടർബൈന്റെ കേസിൽ, ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ കേസിലൊക്കെ V1, U1, VR1, VR2 ടേംസ് എന്താണ് പഠിച്ചത്, സെയിം ടേംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുക, ഒരു ഡിഫറൻസും ഇല്ല. ഐ ഓഫ് ദി ഇംപെല്ലർ ഇവിടെയാണ്. അവിടുന്ന് റേഡിയലി എൻ്റർ ചെയ്യുന്ന വെള്ളത്തിന്റെ അബ്സല്യൂട്ട് വെലോസിറ്റി V1 ഇങ്ങനെയാണെങ്കിൽ ഇംപെല്ലർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ഇംപെല്ലറിൽ ഉണ്ടാകുന്ന ഇംപെല്ലറിന്റെ മോഷന്റെ വെലോസിറ്റി പാരലൽ ടു ദിസ് ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ വാല്യൂ ഇങ്ങനെ വരുന്നത് U1, വെലോസിറ്റി ഓഫ് ഇംപെല്ലർ അറ്റ് ദി ഇൻലെറ്റ്. സോ V1 ഇങ്ങനെ U1 ഇങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എന്താവും, ഇത് ആൽഫയാണ്, സോറി ഇത് 90 ഡിഗ്രി ആണ്. കാരണം ഇതും പാരലാണ്, ഇതും പാരലാണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്. സോ ഇത് രണ്ടും 90 ആണെങ്കിൽ ഞാനിനി V1 ആയി U1 ആയി ഇത് തമ്മിലുള്ള റിസൾട്ടന്റ് ആയിരിക്കും എന്താ VR1. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടുമാണ്. സോ ഈ റിസൾട്ടന്റ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ദിസ് ഈസ് VR1. സോ അബ്സല്യൂട്ട് വെലോസിറ്റി ആണ് വെള്ളം ഇംപെല്ലറിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് ഇംപെല്ലർ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ U1 ഉണ്ടാവും. സോ ആഫ്റ്റർ ദ വെരി മൂവ്മെന്റ് ഓഫ് സ്ട്രൈക്കിംഗ് വെലോസിറ്റി എന്തായാലും പറയും VR1 ആയി. ദാറ്റ് മീൻസ് ഈ ബക്കറ്റിന്റെ, അതായത് ഇംപെല്ലറിന്റെ ഉള്ളിൽ വെയിന്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കുന്നത് വിത്ത് റിലേറ്റീവ് വെലോസിറ്റി VR1 ആണ്. ഈ VR1 വെലോസിറ്റി ഉള്ളിലേക്ക് വന്നാൽ ഈ വെലോസിറ്റി പുറത്തേക്ക് വന്നത് ഇത് VR1 ആണ്. ടാൻജൻഷ്യലി ഇതൊരു കേർവ്ഡ് മൂവിംഗ് വെയിൻ ആണ്. സോ കേർവ്ഡ് മൂവിംഗ് വെയിന് വെലോസിറ്റി VR1 റിലേറ്റീവ് വെലോസിറ്റിയിൽ വെള്ളം എൻട്രി ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടത് എങ്ങനെയാണ്, ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആണ്. ടാൻജൻഷ്യലി VR1 ഇതാണ് ഈ ലെവലിലേക്ക് ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആയിട്ട് വെലോസിറ്റി പോകും. This is VR2. ഈ ഡയറക്ഷനിൽ VR2 പോകും. നിങ്ങൾ അന്ന് വരച്ച ഫിഗറിനെ നോക്കിയാൽ മതി. ഫിഗർ എക്സ്പ്ലനേഷൻ ആയി തരുന്നു VR2 വെലോസിറ്റി പോകും. ബട്ട് സ്റ്റിൽ ഇംപെല്ലർ മൂവ് ചെയ്യുന്ന ഇങ്ങോട്ടാണ്. സോ വെലോസിറ്റി ഓഫ് ഇംപെല്ലർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ അതും എങ്ങനെയായിരിക്കും, ഇവിടെ U1 എന്ന് പറഞ്ഞാൽ ഈ ഇംപെല്ലറിന്റെ ഇൻലെറ്റിലെ ടാൻജന്റിന് പാരലാണ്. ഞാൻ അതേപോലെ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ പോയിട്ട് ഡ്രോ ടാൻജന്റ് ഹീറോ ഇവിടെ ഒരു ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കും. ടാൻജന്റ് ഇംപെല്ലർ ഔട്ട്ലെറ്റിലെ ടാൻജന്റ് ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കും. സോ VR1 വെലോസിറ്റിയോടെ വെയിനിൽ എൻ്റർ ചെയ്യുന്ന വാട്ടർ ഇറ്റ് ലീവ്സ് ദ വെയിൻ ടാൻജൻഷ്യലി ഔട്ട്വേർഡ്, സെയിം direction tangential ആയിട്ട് VR2 but still the impeller is moving towards this side. So അതുകൊണ്ട് ഈ U1 വരച്ച പോലെ തന്നെ ഈ ടാൻജന്റിന് പാരലൽ ആയിട്ട് നമ്മൾ U2 വരക്കുന്നു. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് U2 ആണ്. This is U2. ഈ ഡയറക്ഷൻ. ഓക്കെ, കാരണം ഇംപെല്ലർ മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷൻ. VR2 U2 ഇവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്റെ V1 പറഞ്ഞത് ഇവിടെയാണ് V1 പറഞ്ഞത്. VR2 ഇങ്ങോട്ട്, V2 ഇങ്ങോട്ട്, U2 ഇങ്ങോട്ടായിരിക്കരുത്, ഇങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ട്. ഇതാണ് ആ വെർച്വൽ വെലോസിറ്റി. നോക്കുക, നമ്മള് ഫസ്റ്റ് ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ കേസ് മുതൽ ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ കേർവ്ഡ് മൂവിംഗ് വെയിൻ വാട്ടർ എൻ്ററിംഗ് ടാൻജൻഷ്യലി എന്ന് പറഞ്ഞ ലാസ്റ്റ്, അതായത് ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ സീരീസ് ഓഫ് വെയിൻസിന് തൊട്ട് മുന്നേ ഒരു വെലോസിറ്റി ഡ്രാഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു.
ആ വെലോസിറ്റി ട്രയാങ്കിളാണ് ആദ്യമായിട്ട് V1ഉം U1ഉം VR1 VR2 U2 VW1 VW2 ഇങ്ങനത്തെ എല്ലാ കൺസെപ്റ്റും വരുന്നത്. ഓൾവേസ് നമുക്ക് ഇനി കുറച്ച് ആംഗിൾസ് ഉണ്ട്. നമ്മൾ ഈ വെലോസിറ്റി ട്രയാങ്കിൾ എപ്പോഴും നമ്മൾ നോക്കുന്ന കുറച്ച് ആംഗിൾസ് ഉണ്ട്. ആൽഫ ബീറ്റ പൈ ബീറ്റ ഇങ്ങനെ കുറച്ച് ആംഗിൾസ് ഉണ്ട്. എന്താണ് ഈ ആൽഫ എന്ന് പറഞ്ഞാൽ? ആൽഫ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ശ്രദ്ധിച്ചോ, ഏത് വെലോസിറ്റി ട്രയാങ്കിളിലും നമ്മൾ ഇതേ കൺസിഡർ ചെയ്യണം. ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് ആംഗിളാണ്? ഓൾവേസ് ആംഗിൾ ബിറ്റ്വീൻ B1ഉം അല്ലെങ്കിൽ B ആൻഡ് U. അതായത് ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് U ഇൻലെറ്റ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ B1 U1. B1 U1 നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഓൾവേസ് എന്ത് ആൽഫ. അതിന് ബീറ്റ എന്താണ്? ഇതേ സാധനം ഔട്ട്ലെറ്റ്, ഇതേ സാധനം ഔട്ട്ലെറ്റ് ആണ് ബിയും യുവും. അപ്പൊ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ B2ഉം U2ഉം. സോ ഈ ഫിഗറിൽ ഇതാണ് നമ്മളുടെ ആൽഫ, ഇതാണ് ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ ഓൾവേസ് വാല്യൂസ് ഓഫ് V ആൻഡ് U അറ്റ് ഇൻലെറ്റും വാല്യൂസ് ഓഫ് V ആൻഡ് U അറ്റ് ഔട്ട്ലെറ്റും ആണ്. സോ വിന്റെയും യുവിന്റെയും വാല്യൂ അറ്റ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ V1ഉം U1. അത് നിങ്ങൾ പെൽട്ടൺ ടർബൈന്റെ കേസിലെ വെലോസിറ്റി ട്രയാങ്കിൾ എടുത്ത് നോക്കിയാലും സെയിം ആണ്. അതിന് മുന്നേയുള്ള ഇമ്പാക്ട് ഒബ്ജക്റ്റിലെ വെലോസിറ്റി ട്രയാങ്കിൾ എടുത്ത് നോക്കിയാലും സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. സിമിലർലി തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് തീറ്റ എന്നുള്ളത് നോക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ VR റിലേറ്റീവ് വെലോസിറ്റി ആൻഡ് U VR and U. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ VR and U ഇൻലെറ്റ് ആണ്. അപ്പൊ ഫൈ എന്താണ്? VR and U ഔട്ട്ലെറ്റ്. That means VR1 and U1 ആ ആംഗിൾ ആണ് തീറ്റ. VR2 and U2 ഈ ആംഗിൾ ആണ് ഫൈ. Always same for every velocity triangle. Let it be the velocity triangle for Pelton turbine or any of the reaction turbines. Francis Kaplan, but ഏതിനായാലും ഈ terminologies will remain always the same. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. ഇനി ഈ ടെർമിനോളജീസിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതെന്തൊക്കെയായിരുന്നു? ഇതിന്റെ കൂടെ വരുന്ന ടേംസ് certain other terms ആണ്. Terms related to VW, VW1 ഉണ്ട്, VW2 ഉണ്ട്. Terms related to VF, VF1 ഉണ്ട്, VF2 ഉണ്ട്. VW എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് വേൾ ആണ്. VW എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ്, VW2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ്. പണ്ട് മുതലേ നമ്മൾ വരക്കുന്ന വെലോസിറ്റി ട്രയാങ്കിൾസ് എടുത്ത് നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ, അതായത് VW1 വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് V1 cos alpha. പഴയ ഫിഗർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓൾവേസ് V1 cos alpha. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഒന്നുകിൽ V1 cos alpha അല്ലെങ്കിൽ VR1 cos theta. ഈ രണ്ട് രീതിയിൽ നമ്മൾ VW1 എഴുതാറുണ്ട്. VR1 cos theta ആണ് റിലേറ്റീവ് വെലോസിറ്റി വെക്ടറിനനുസരിച്ച് മാറ്റം ഡിഫറൻസ്. ഓൾവേസ് VW1 എന്ന് പറഞ്ഞാൽ V1 cos alpha. ഈ ഇക്വേഷനിൽ നമുക്ക് V1 എന്ന് പറഞ്ഞാൽ അതായത് V1 cos alpha, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. That means ഈ കേസിൽ VW1 becomes 0. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ വെലോസിറ്റി ട്രയാങ്കിൾ അറ്റ് ഇൻലെറ്റ് VW1 is equal to 0 ആണ്.
ഇതേ V1ന്റെ മറ്റൊരു കോമ്പണന്റ് V1 സൈൻ ആൽഫ എന്ന് പറഞ്ഞാലാണ് VF വരുന്നത്. അത് നിങ്ങൾ പഴയ ഫിഗർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. V1 സൈൻ ആൽഫ എന്ന് പറഞ്ഞാലാണ് എന്ത് വരിക? VF1 വരിക. VF1 can always be written as V1 sin alpha. പഴയ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ ഇക്വേഷൻ മനസ്സിലാവും. V1 sin alpha. ഇവിടെ നോക്ക് സൈൻ ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ 90 ആണ്. സൈൻ ആൽഫ 1 ആണ്. So VF1 is equal to V1 itself. So in case of centrifugal pump, ഇവിടെ VF1 is equal to V1. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. VW1 equal to 0, VF1 is equal to 1. Similarly, at outlet നോക്ക് V2 ഇത് ബീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ ബീറ്റ ആണ്. So V2ന്റെ കോമ്പണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇംപെല്ലർ മോഷന്റെ ഡയറക്ഷൻ V2 എടുത്താൽ V2 cos ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? VW1 എന്ന് പറഞ്ഞാൽ V1 cos ആൽഫ. So V2 cos ബീറ്റ എന്ന് പറഞ്ഞാൽ VW2 ആയിരിക്കും. That means ഇതിന്റെ ഈ ലെവലിലേക്കുള്ള ഇതിന്റെ കോമ്പണന്റ്, അതായത് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് U2 ആണ്. ഈ ഫുൾ ഡിസ്റ്റൻസ് U2 ആണ്. പക്ഷെ അതിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഈ ഡിസ്റ്റൻസ് VW2 ആണ്. ഇതേ V2ന്റെ ഒരു കോമ്പണന്റ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കോമ്പണന്റ്, ഈ കോമ്പണന്റ് ആണ് V2 cos ബീറ്റ. V2 sin ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കോമ്പണന്റ്, ഇതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ്. സോ ഈ ഡിസ്റ്റൻസ് എന്താണ്? V2 sin ബീറ്റ എന്ന് പറഞ്ഞാൽ that is VF2. Sorry, that is VF2. ഈ ഡിസ്റ്റൻസ് VF2. ക്ലിയർ ആണോ? ഡയഗ്രാം നോക്കിക്കോ. ഇതേ ഡയഗ്രാം ആണ് നിങ്ങൾ വരച്ചത്. ഇങ്ങനെയാണ് ഇതിന്റെ വാല്യൂസ് ഫുള്ള് വരുന്നത്. ന്യൂമറിക്കൽ ചെയ്യണമെങ്കിൽ ഒക്കെ വെലോസിറ്റി ട്രയാങ്കിൾസിന്റെ ആവശ്യം ഉണ്ടാവുക. വെലോസിറ്റി ട്രയാങ്കിൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ U1 ഞാൻ ഇത്രയും വരച്ചിട്ടുള്ളൂ. U2 ഞാൻ ഇവിടുന്ന് ഇവിടം വരെ നീട്ടി വരച്ചു. അതിന്റെ റീസൺ എന്താണ്? U2 ഓൾവേസ് ഗ്രേറ്റർ ദാൻ U1 ആയിരിക്കും. U2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇംപെല്ലർ അറ്റ് ഔട്ട്ലെറ്റ്, U1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇംപെല്ലർ ഇൻലെറ്റ് ആണ്. U1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5d1n/60. U2 എന്താണ്? 5d2n/60 ആണ്. D1 D2 എന്ന് പറഞ്ഞാൽ എന്താണ്? D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഇംപെല്ലർ അറ്റ് ഇൻലെറ്റ്, D2 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഇംപെല്ലർ ഔട്ട്ലെറ്റ്. R1 റേഡിയസ് ഓഫ് ഇൻലെറ്റ് ഇംപെല്ലർ അറ്റ് ഇൻലെറ്റും R2 റേഡിയസ് ഓഫ് ഇംപെല്ലർ അറ്റ് ഔട്ട്ലെറ്റും ആണ്. ഏതാ കൂടുതൽ? R2 ആണ് കൂടുതൽ. R2 കൂടുതലാണെങ്കിൽ D2 ആയിരിക്കുമല്ലോ കൂടുതൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് U2 will be always greater than U1 in the case of a centrifugal pump. അതുകൊണ്ടാണ് U1 ഇങ്ങനെയും U2 നീട്ടിയും വരച്ചത്. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ ഫിഗറിനെ നിങ്ങൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? ഇമ്പാക്ട് ഓഫ് ജെറ്റിലെ ഒരു ഫിഗർ ഉണ്ട്. ഇമ്പാക്ട് ഓഫ് ജെറ്റിലെ ഏതാണ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഷോ ദ ഫിഗർ. ആ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ ടേമും കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത നോട്ട്സിൽ ആ ഫിഗർ ഉണ്ട്. ഞാനത് ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Once more I'll show it. ഈ ടോപ്പിക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ടോപ്പിക് ഓർമ്മയുണ്ടോ? Yes, sir. Force exerted by
a jet of water on an unsymmetrical moving curved plate when jet strikes tangentially at inlet അല്ലെങ്കിൽ one of the tip. ഇവിടുന്ന് മുതലാണ് നമ്മൾ ഈ ടേംസ് മുഴുവൻ, അതായത് V1, VR1, VW1, U1, VF1 എല്ലാ ടേമും ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഈ ടേംസ് നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങിയത് ഈ ഫിഗർ മുതലാണ്. യു റിമെമ്പർ ദിസ് വൺ? Yes, sir. ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ എ സീരീസ് ഓഫ് വെയിൻസ് ഓർ ടോപ്പിന് തൊട്ട് മുന്നിലാണ്. ഈ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ വെലോസിറ്റി ട്രയാങ്കിൾസും പഠിക്കാൻ. എല്ലാ വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പെൽട്ടൺ ടർബൈൻ്റെതും ഇതിൻ്റെ. ഇനി ഞാൻ ഫ്രാൻസിസും കപ്ലാൻ ടർബൈനും എടുക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി ട്രയാങ്കിൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ബേസിസ്. കേർവ്ഡ് വെയിൻ ഇതാണ് എല്ലാ ടർബൈനിലും പമ്പിലും വരുന്നത്. അണ്ടർസ്റ്റുഡ്? ഈ ഫിഗർ റെഫർ ചെയ്തിട്ട് വേണം ഞാൻ ഇപ്പൊ പറഞ്ഞ വെലോസിറ്റി ട്രയാങ്കിളിന്റെ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കാം. Okay, sir. I hope this figure is clear to you. Yes, sir. Now, work done by the impeller on the water per second per unit weight of water striking per second. ആ ഇക്വേഷൻ നമുക്ക് ആദ്യം തുടങ്ങാം. കാരണം ഫോഴ്സ് എക്സേർട്ടിലൊന്നും നമ്മൾ ഇനിയും ഫോഴ്സ് എക്സേർട്ടിന്റെ ഇക്വേഷനിലൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആ ഇക്വേഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതിന്റെ ഫണ്ടമെന്റൽ ബേസിക്സ് എല്ലാം ബാക്കിയെല്ലാ ഇക്വേഷനിൽ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ. സോ done by the impeller. Impeller എന്നാണ് IMP എന്നാണ് ഞാൻ എഴുതുന്നത്. On the water. This work done per second. Okay. This work done by the impeller on the water per second per unit weight of water striking per second. അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഒരു സെക്കൻഡിൽ ഇമ്പല്ലറിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇമ്പല്ലർ വാട്ടറിന്റെ മേലെ ചെയ്യുന്ന വർക്ക് ഡൺ, അതിന്റെ ഇക്വേഷനാണ് ഇത്. വർക്ക് ഡൺ ബൈ ദി ഇമ്പല്ലർ ഓൺ ദ വാട്ടർ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. ഈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് സക്ഷൻ വാൾവ്, സക്ഷൻ പൈപ്പിൽ നിന്ന് വരുന്ന വാട്ടർ, ആ സക്ഷൻ പൈപ്പിൽ നിന്ന് വരുന്ന വാട്ടറിന്റെ ഒരു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ദി ഇമ്പല്ലർ പെർ സെക്കൻഡ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ബാക്കി ഇമ്പല്ലർ ടേൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലെ വാട്ടറിന്റെ മേലെ ഇമ്പല്ലർ ചെയ്യുന്ന വർക്ക് ഡൺ പെർ സെക്കൻഡ് ആ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. ബേസിക്കലി ഞാൻ എന്തുകൊണ്ട് ആ പോയിന്റ് പറയുന്നത്, സിൻസ് ഐ ഹാവ് ഇറ്റ് റെഫേർഡ് ഫ്രാൻസിസ് ടർബൈൻ, അതുകൊണ്ടാണ് പറയുന്നത്. ഫ്രാൻസിസ് ടർബൈൻ ഒരു റേഡിയലി ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പൊ ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു റേഡിയലി ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. സോ ഒരു റേഡിയലി ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനിലെ വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/g multiplied by Bw1 U1 minus Bw2 U2. ഇതാണ് ഫ്രാൻസിസ് ടർബൈനിൽ വരുന്നത്, അല്ലെങ്കിൽ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനിൽ വരുന്ന വർക്ക് ഡൺ ഇക്വേഷൻ. അതായത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. അത് ഒരു ഇൻവേർഡ് ഫ്ലോ റിയാക്ഷനിൽ വരുന്ന ഇക്വേഷൻ ഇതാണ്. ബട്ട് ആ ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പം പഠിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ദിസ് വൺ. ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈനിൽ എന്താണ് ഇക്വേഷൻ കിട്ടിയത്, അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് നെഗറ്റീവ് ആണ്. സോ ഈ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മൈനസ് ഓഫ് 1/g Bw1 U1 minus Bw2 U2. ഓക്കെ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതിന് എങ്ങനെ എഴുതാം നമുക്ക്? 1/g നേരെ ഓപ്പോസിറ്റ് എഴുതാം. അതായത് നെഗറ്റീവ് ഉള്ളിൽ പോകുമ്പോൾ Bw2 U2 മൈനസ് Bw1 U1 എഴുതാം.
ബട്ട് ഈ കേസിൽ നമ്മൾ പഠിച്ചു VW1 is equal to 0 ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിലെ വെലോസിറ്റി ഓഫ് VW1 equal to 0 എന്നുള്ള തൊട്ട് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ നെഗറ്റീവ് ഉള്ള ഫോം എന്താവും VW2 U2 മൈനസ് VW1 U1 ആവും. അതിൽ VW1 is 0. സോ ഈ ടേം ഗെറ്റ്സ് എലിമിനേറ്റഡ്. സോ റിമൈനിങ് എന്താണ് 1/G into VW2 U2. ഇത് മാത്രം ബാക്കിയാണ്. ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1 എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ വർക്ക് ഡൺ ബൈ വാട്ടർ വർക്ക് ഡൺ ബൈ ഇംപെല്ലർ ഓൺ വാട്ടർ എന്ന് പറഞ്ഞു അല്ലെ. അതുകൂടാതെ ഈ ഇക്വേഷൻ വേറെ സിഗ്നിഫിക്കൻസ് കൂടി. ഈ ഇക്വേഷൻ ആണ് ഹെഡ് ഇമ്പാർട്ടഡ് ടു ദ വാട്ടർ ബൈ ദ ഇംപെല്ലർ. ഈ ഇക്വേഷൻ നമുക്ക് മറ്റേ രീതിയിൽ പറയാം. ഹെഡ് imparted to the water by the impeller. അത് ഇതേ ഇക്വേഷൻ ആണ്. അതായത് എത്ര ഹൈറ്റിലേക്ക് വെള്ളത്തിനെ എടുത്ത് എറിയാൻ പറ്റും എന്ന ഹെഡ് ദാറ്റ് ഈസ് ബീങ് ഇമ്പാർട്ടഡ് ടു ദ വാട്ടർ ബൈ ദി ഇംപെല്ലർ. ഇംപെല്ലർക്ക് ഇറങ്ങുമ്പോൾ അത് കൊടുക്കുന്നത്. ആ ഹെഡ് ഈ ടേം തന്നെയാണ്. ഈ ഇക്വേഷന് മറ്റൊരു രീതിയിലും കൂടി പറയാം. എന്തുകൊണ്ടാണ് ഈ ടേംസ് പറയുന്നത് വെച്ചാൽ ന്യൂമറിക്കൽസിൽ ഏത് ടേം അല്ലെങ്കിൽ ഏത് സെന്റൻസിലും ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ കാര്യം മെൻഷൻ ചെയ്യപ്പെടാം. ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ അനദർ സെന്റൻസ് ഓൾസോ ഓർ അനദർ ഫ്രീസ് ഓൾസോ. വേറെ രീതിയിലും പറയാം. എന്താണത്? എനർജി ഗിവൺ ബൈ ഇംപെല്ലർ ടു ദ വാട്ടർ. എനർജി ഗിവൺ by the impeller to the water. Okay. ഇത് 1/G ആണെന്നുള്ളത്. ഈ 1/G എന്നുള്ള ടേം വരുന്നത് എപ്പോഴും യൂണിറ്റ് വെയിറ്റ് ആണ്. വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് എടുക്കുന്നുണ്ട്. സോ എനർജി ഗിവൺ ബൈ ദി ഇംപെല്ലർ ടു ദ വാട്ടർ per unit weight per second. So E 1/G into VW2 U2 in the case of centrifugal pump, this equation has very importance. കാരണം ഇത് ഒന്ന് വർക്ക് ഡൺ ബൈ ദ വാട്ടർ വർക്ക് ഡൺ ബൈ ദ ഇംപെല്ലർ ഓൺ ദ വാട്ടർ per unit weight of water striking per second ആണ്. Apart from that, this is the expression for the head imparted to the water by the impeller, and this is the expression for one more thing. എന്താണ്? എനർജി given by the impeller to the water. ഇതിനൊക്കെയുള്ള എക്സ്പ്രഷൻ ആണ് ഇത്. ഈ എക്സ്പ്രഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്പർ 1 ഇതിപ്പോ എന്താണ്? വർക്ക് ഡൺ ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ഞാൻ ഇനി വർക്ക് ഡൺ ബൈ ടോട്ടൽ വാട്ടർ അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ഇംപെല്ലർ ഓൺ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ഈ ഇക്വേഷൻ. വർക്ക് ഡൺ ബൈ ഇംപെല്ലർ ഓൺ ടോട്ടൽ വാട്ടർ എന്ന് എഴുതിയാലോ? അങ്ങനെ വരുമ്പോൾ എന്താണ്? അതായത് വർക്ക് ഡൺ ബൈ ദി ഇംപെല്ലർ ഓൺ ടോട്ടൽ വാട്ടർ ഓൺ വാട്ടർ നേടും. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അല്ല, വെറും ഓൺ വാട്ടർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിപ്പോ യൂണിറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ്. ഇതിന്റെ കൂടെ ടോട്ടൽ വാട്ടറിന്റെ വെയിറ്റ് എത്ര W ആണെങ്കിൽ W മൾട്ടിപ്ലൈ ചെയ്താൽ W/G into VW2 ഈ W ഒന്നാന്ന് വിചാരിക്കരുത്. ഇത് വെലോസിറ്റി ഓഫ് വേൾ ആണ്. ഈ ടേം W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. ദിസ് ഈസ് വെയിറ്റ്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. ഈ വെയിറ്റ് ഓഫ് വാട്ടറിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്താണ്? ρg. ഇതാണ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇതിന് തൊട്ട് മുന്നത്തെ ടോപ്പിക്കിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ Q എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണ് അല്ലെ. അത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. Q എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. റോ ഡെൻസിറ്റി G, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ Q എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ VF ആണ്. അതായത് പൈ ഇൻറ്റു V1 ഇൻറ്റു V1 ഇൻറ്റു VF ആണ്. ഇത് ഇൻലെറ്റിലെ Q. ഔട്ട്ലെറ്റിലാണെങ്കിൽ പൈ ഇൻറ്റു V2 ഇൻറ്റു V2 ഇൻറ്റു VF.
D1 D2 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. B1 B2 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ. B എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. Width of impeller at inlet and outlet. Equations clear ആണോ?